യൂത്തിനായിട്ടുള്ള 5 ദിവസത്തെ ക്ലാസ് ഇന്നലെ സമാപിച്ചു. നീ അതിൻ്റെ ഒരു ദിവസം നീ അതിനെ അറ്റൻഡ് ചെയ്യാൻ നിനക്ക് പറ്റിയില്ല. നീയും കൂട്ടുകാരൊന്നും അറ്റൻഡ് ചെയ്തില്ല. നിങ്ങൾക്ക് പ്രോജക്റ്റ് വർക്കും മറ്റോ ഒക്കെ ആയിട്ട്. പക്ഷെ ബാക്കി ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പരമാവധി വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെ വളരെ നല്ലൊരു ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കാരണം കുട്ടികൾ, പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ 10-15 പേരുടെ അടുത്ത് ക്ലാസ്സിലേക്ക് വന്നതും അവരുടെ ഫീഡ്ബാക്ക്, കുറച്ച് പേര് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ക്ലാസ് കുറച്ച് വൈകിയിരുന്നു. അപ്പോൾ ആ ഫീഡ്ബാക്കിനെ കുറിച്ച് നിനക്ക് എന്താ ടോട്ടലായിട്ടുള്ള എന്താ ഒരു മാറ്റം, 5 ദിവസം കൊണ്ടുണ്ടായ മാറ്റം എന്താണ് നിനക്ക് മനസ്സിലായത്? എല്ലാവർക്കും നല്ല സന്തോഷം. അതെ അതെ അതെ, എല്ലാവർക്കും ഒരു സുഖം, സന്തോഷം തോന്നി എന്നുള്ളത് എല്ലാവരും ഒരു വാക്കുകളിൽ നിന്ന് വ്യക്തമായി പല വിധത്തിലായിട്ട്. അപ്പോൾ ചിലർക്ക് മനസ്സിലായ, എല്ലാവരും മൊത്തത്തിൽ അങ്ങനെയായിരുന്നു അഭിപ്രായം. അപ്പോൾ ചിലർ മനസ്സിൻ്റെ അവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുകയുണ്ടായി. ചിലർ ശരീരത്തിൻ്റെ വലിച്ചിൽ, അങ്ങനെ ആ ശരീരത്തെ വലിച്ചിലും റിലാക്സേഷനൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയുണ്ടായി. വളരെ നല്ലൊരു മാറ്റമാണത്. അപ്പോൾ ഇത് നമുക്ക് മുന്നോട്ട് പോകണം. അതായത് ഈ ഒരു മാറ്റങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്, നമ്മൾ നമ്മളെ നിരീക്ഷിക്കാൻ തുടങ്ങി. എന്നെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങുകയാണ് അതിലൂടെ. അവനവൻ്റെ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മളെക്കുറിച്ച് തന്നെ ഒരു അവയർനെസ്, നമ്മളെക്കുറിച്ച് ഒരു അറിവുണ്ടാവും. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഇപ്പൊ അത്ര അറിഞ്ഞാൽ മതി. ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം കുറിച്ച് അറിയുക, അതിനെ ആരോഗ്യകരമാക്കാനുള്ള ഒരു അറിവ് ഉണ്ടാക്കുക. അതാണ് പ്രധാനം. ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ പല പല വർക്കുകളുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ കുറേ ഉണ്ടെങ്കിലും ഈ ആരോഗ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ മനസ്സ് വളരെ ശാന്തമാണെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് വളരെ പെർഫെക്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മനസ്സ്, ആ ഒരു അറിവിലൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. യോഗ അതിന് പ്രത്യേകം സഹായിക്കും. അത് എടുത്തു പറയണം, നമുക്കൊക്കെ അനുഭവമാണത്. അപ്പോൾ യോഗയിലൂടെ നമ്മൾ നന്നായി മാറും. നമ്മുടെ നെഗറ്റീവ്സ് എല്ലാം പോവുകയും നമ്മൾ പോസിറ്റീവിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യയാണ് യോഗ. പിന്നെ അതിൽ ഒരു ലാസ്റ്റായിട്ട് ഒരു ചേച്ചി, സൗമ്യ എന്ന് പറഞ്ഞ ചേച്ചി, ആളുടെ വീട് പുത്തൂരാണ്. ആളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുകയുണ്ടായി. ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി അവർ അനുഭവം ഷെയർ ചെയ്തപ്പോൾ. അത് എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. മുന്നേ എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന, ഒരു 10 വർഷം മുമ്പ് പുത്തൂർ പഞ്ചായത്തിൽ ക്ലാസ് എടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ കുട്ടി കുറേ കാലം യോഗ നിർത്തി അതിനുശേഷം എന്നെ വിളിക്കുകയുണ്ടായി. ഞാനിവിടെ എറണാകുളത്ത് എത്തിയതിന് ശേഷം വിളിക്കുകയുണ്ടായി. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അന്ന് അവർ കോൾ ചെയ്തത്. എന്താ വെച്ചാൽ ആർക്ക് തീരെ ശാരീരികമായും മാനസികമായും അവർ വളരെയധികം കഷ്ടപ്പെടുന്ന സമയമായിരുന്നു. അത് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഓർക്കാറില്ല. പക്ഷെ അപ്പോൾ അവരിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അത് ഷെയർ ചെയ്യുകയുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അത് അവർ പറഞ്ഞ ഒരു കാര്യം, അവരെ ശരീരത്തിന് മേത്തൊക്കെ നീർക്കെട്ടായിട്ടാണ് ഒരവസരത്തിൽ. ആ കുട്ടിയെ പണ്ട് കണ്ട എനിക്ക് തിരിച്ചറിഞ്ഞില്ല. അത്രയും നീർക്കെട്ട് കൂടിയാണ് ആ കുട്ടി അന്ന് നമുക്ക് ഓൺലൈൻ ക്ലാസ്സാണ് കണ്ടത്. മാത്രമല്ല മാനസികമായിട്ട് അവർക്ക് മറവിയൊക്കെ ആയി, ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥയിലൊക്കെ ആയി തീർന്നു. ആ സമയത്താണ് യോഗ ക്ലാസ്സിൽ ചേർന്നത്. കുറച്ച് ദിവസം ഇൻഡിവിജ്വൽ ക്ലാസ് തന്നെ കൊടുക്കുകയുണ്ടായി. അത് ആ കുട്ടി ഇന്നലെ ഇവർക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അതാ ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്താ വെച്ചാൽ യോഗ എന്നുള്ള മഹത്വത്തെ എല്ലാവരും അറിയണം. ആ കുട്ടിയെ ആ സ്റ്റേജിൽ നിന്ന്, അപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകാറുണ്ട് അവർ ഈ അസുഖം മാറാനായിട്ട്. അവർക്ക് എന്താ അസുഖം എന്ന് മനസ്സിലായില്ല. അവർ ഓരോ പ്രാവശ്യവും മരുന്നുകൾ കൊടുക്കും, പിന്നെയും പിന്നത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ അത് മാറ്റി കൊടുക്കും. കുറേ അധികം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് വീണ്ടും യോഗയിലേക്ക് വന്നത്. അതിനുശേഷം ആ ഇൻഡിവിജ്വൽ ക്ലാസ് എനിക്ക് എത്ര ദിവസമെന്ന് ഇപ്പോൾ ഓർമ്മയില്ല, ഒരു 4 വർഷം മുമ്പാണ്. അതിനുശേഷം ആള് വളരെ ഉഷാറായി ഗ്രൂപ്പ് സെഷന് കയറുകയും അതിനുശേഷം ഇപ്പോഴും യോഗ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകം അത് എടുത്തു പറഞ്ഞു, യോഗ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനത്തെ സെഷനൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ആൾ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഒരു ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മളെ കൈ പിടിച്ച് ഉയർത്തുന്ന ഈ വിദ്യയെ നമ്മളെപ്പോഴും നമ്മളിലേക്ക് ചേർത്ത് പിടിക്കണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഞാൻ അവിടെ നിന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിൽ ഓരോരുത്തരിലും ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. ശരീരത്തിനും മനസ്സിനും അഭ്യാസം കൊടുക്കുമ്പോൾ
നമുക്ക് ആ ശക്തി ഉണരുന്നതായിട്ട് അറിയാൻ പറ്റും. നമുക്ക് സന്തോഷം, അതാണ് സുഖവും സന്തോഷവും. നമ്മുടെ ഉള്ളിലുള്ള സുഖവും സന്തോഷവുമാണ് ഓൾറെഡി നമ്മൾ എപ്പോഴും അനുഭവിക്കുന്ന സന്തോഷം. അത് ഓൾറെഡി നമ്മളിലുണ്ട്. നമ്മുടെ മനസ്സ് പല അവസ്ഥകളിലായിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നില്ല, അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കൂട്ടുകാരൻ ഞാൻ പറയാറുണ്ടല്ലോ, പറഞ്ഞു എല്ലാ ക്ലാസ്സിലും ഞാനത് വിശദീകരിച്ചു ഇതിനെപ്പറ്റി. കാരണം അത് നിങ്ങൾ അറിയണം, ഞങ്ങളിൽ ഒരു ശക്തി, എന്നിലൊരു ശക്തിയുണ്ട്, എന്നിൽ സന്തോഷമുണ്ട്, എന്നിൽ ആനന്ദം എൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയണം. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് അറിയില്ല, നമ്മൾ കൂട്ടുകാരന്മാരുടെ അടുത്താണ് നമുക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നത്. ഈ പ്രായത്തിലുള്ളവരൊക്കെ എങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ അത് എവിടെ നിന്നാണ് സന്തോഷം കിട്ടിയത്? നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന സന്തോഷമാണ്. അത് മനസ്സ് അവിടെ പോകുമ്പോൾ ഫ്രീ ആണ് നമ്മൾ, അതുകൊണ്ട് സന്തോഷം അനുഭവിക്കുന്നു. ഇത് തന്നെയാണ് നമ്മളെ ഇടയ്ക്ക് അനുഭവിക്കുമെങ്കിലും പിന്നീട് നമുക്കത് മനസ്സിലാകുന്നില്ല. നമ്മൾ ചിന്തകൾ പലതായി പോകുന്നു, നമുക്ക് ബുദ്ധിമുട്ടായി വരുന്നു ചില കാര്യങ്ങൾ. പാരൻസിൻ്റെ അടുത്തേലും അത് ചെയ്യേ, നീ ഇത് ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട് തോന്നുക. വാസ്തവത്തിൽ അവരെ മുന്നോട്ട് നയിക്കാനാണ് ഓരോ കാര്യവും പറയണത്. പക്ഷെ അത് നമുക്ക് അപ്പം മനസ്സിലാകാത്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്നത് കൊണ്ട് നമുക്കവിടെ സുഖം തോന്നുന്നില്ല എന്ന് മാത്രം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാനായിട്ട് ഒരു പവർ, നമുക്കൊരു അലസതയൊക്കെ മാറി ഒരു പവർഫുൾ ആകാനുള്ള ഒരു വിദ്യയാണ് യോഗ. മുറുകെ പിടിക്കാം, നമുക്ക് യോഗയെ മുന്നോട്ട് പോകാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ അതെ, ദിവസം ചെയ്യാം, എല്ലാവരും യോഗയിലേക്ക് വരിക. ഓക്കെ, താങ്ക് യു.